മോളെ കല്യാണ സമയത്ത് ഞങ്ങൾ ഒരു 10.5 പവനും സ്വർണം കൊടുത്തു. ഉം, പിന്നെ അവര് നമുക്ക് 3 പവനം മഹർ ഇട്ടിട്ടുണ്ട്. ഉം. അപ്പൊ ഇത് മൂന്നും കൂടി നമ്മൾ സക്കാത്ത് കൊടുക്കണോ അതോ മഹറായി ഒഴിവാക്കിയാ പിന്നെ 10.5 പവനല്ലേ ഉള്ളൂ? അപ്പൊ നമ്മള് സക്കാത്ത് കൊടുക്കണമെങ്കിൽ എത്ര കൊടുക്കണം? ഞങ്ങൾ തന്നെ കൊടുക്കണോ? മരുമോൻ പറയുന്ന ഒരു കൊടുക്കൂലെന്ന്. ആ അതായത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മോൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്വത്ത് വിവാഹത്തിന്റെ സമയത്ത് നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ള ഒരു സമ്മാനമാണ്, വിവാഹ സമ്മാനമാണ്. മാതാപിതാക്കളും കുടുംബക്കാരും വിവാഹത്തിന്റെ സമയത്ത് നൽകുന്ന ഈ സ്വർണം, ആ വിവാഹ സമ്മാനത്തിന്റെ ഭാഗമായിട്ട് അത് നിങ്ങളുടെ മോളുടേത് മാത്രമാണ്. അവൾക്ക് കൊടുത്തതോടുകൂടി അത് അവളുടേതായി കഴിഞ്ഞു. പിന്നെ ഭർത്താവ് നിർബന്ധമായും കൊടുക്കേണ്ടതാണ് മഹർ. അതുകൊണ്ട് നിർബന്ധമായും ഭാര്യയ്ക്ക് കൊടുക്കേണ്ടുന്ന ഒരു അവകാശം എന്ന നിലക്ക് 3 പവൻ മഹറുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 13.5 പവനായി. അപ്പോൾ 13.5 പവൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും സക്കാത്ത് കൊടുക്കേണ്ടുന്ന പരിധി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 13.5 ഇപ്പോൾ നിങ്ങളുടെ മകളുടെ സ്വത്താണ്. നിങ്ങൾക്കും അവകാശമില്ല, നിങ്ങൾ കൊടുത്തു കഴിഞ്ഞതോടുകൂടി. അതോടൊപ്പം ഭർത്താവിനും അവകാശമില്ല. ഭർത്താവിന് അവൾ കൊടുത്താൽ മാത്രമേ ഭർത്താവിന് അതിൽ നിന്ന് വല്ലതും കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങളുടെ മകളുടെ സ്വത്താണ്. അതുകൊണ്ട് മകളുടെ മേൽ ബാധ്യതയുണ്ട് അതിൻ്റെ സക്കാത്ത് കൊടുക്കാൻ. ആ 13.5ക്കും പൂർണ്ണമായിട്ട് അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കൽ മകളുടെ മേൽ ബാധ്യതയാണ്. അപ്പോൾ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളുടേതാണ്, നിങ്ങളുടേത് എന്നല്ല. ഇവിടെ നിങ്ങൾ അവർ എന്നുള്ള അത് മാറ്റിയിട്ട് ഇത് പെണ്ണിൻ്റെതാണ്. നിങ്ങളുടെ മകളാണ് ഇവിടെ സ്വത്തിൻ്റെ ഉടമ. അപ്പോൾ അവളാണ് സക്കാത്ത് കൊടുക്കേണ്ടുന്നത്. അത് നിങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ, അവൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് നിങ്ങളാണ് എങ്കിൽ നിങ്ങൾക്കത് എടുത്തു കൊടുക്കാം. പക്ഷെ അവളുടെ സ്വത്തായിട്ട് അല്ലെങ്കിൽ അവളുടെ ബാധ്യതയായിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്.